ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2335. ഇന്ന് മെയ് മാസം 23-ാം തീയതി, 143-ാമത്തെ ദിവസത്തിലെത്തി. അതെ, ആത്മീയത കുറെ കൂടി നിശബ്ദനാകാനുള്ള ക്ഷണമാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തില് വായിക്കണം ഒന്നും കൂടി. ദൈവം കടന്നു വരികയാണ്, അല്ലെങ്കിൽ കടന്നു പോവുകയാണ്. അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തുകൊണ്ടും കൊടുങ്കാറ്റടിച്ചു. തുടർന്ന് പറയുന്ന കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നെന്ന്. കൊടുങ്കാറ്റ് കഴിഞ്ഞ് ഭൂകമ്പം ഉണ്ടായത്രേ. വചനം പറയുന്നു, ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി. വചനം പറയുന്നു, അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറിച്ചു പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. അവനൊരു സ്വരം കേട്ടു. എല്ലാ ബഹളങ്ങൾക്കും അപ്പുറത്ത് ഓരോരുത്തരും ബോധപൂർവം കണ്ടെത്തേണ്ട, എത്തിച്ചേരേണ്ട ഒരു നിശബ്ദതയുടെ ഇടമല്ലേ? അവിടെയാവും ദൈവം നമ്മളോട് പതിയെ മിണ്ടിത്തുടങ്ങുക. ദൈവത്തിന്റെ സാന്നിധ്യമൊക്കെ നമ്മളൊന്ന് തിരിച്ചറിയുന്നതും രുചിച്ചറിയുന്നതുമൊക്കെ അപ്പോഴാവും. ആഴത്തെ വിളിക്കുന്ന ഒരു അനുഭവം. ആന്തരിക മനുഷ്യന്റെ നിലനിൽപ്പ് ഈ മൗനത്തെ തിരിച്ചറിയുന്നതിലൂടെയാണ്. മൗനത്തിലായിരിക്കാനുള്ള ഓർമ്മപ്പെടുത്തലുകൊണ്ടാണ് ശരിക്കും സുവിശേഷം ആരംഭിക്കുന്നത്. മിണ്ടാതിരിക്കാനാണ്, കുറെ കൂടി മിണ്ടാതിരിക്കാനായിട്ട്. എലിശബാട് ഉള്ളിലെ കുഞ്ഞിനെക്കുറിച്ച് സ്വർഗീയ അരുളപ്പാട് ലഭിക്കുമ്പോൾ വയോധികനായ പുരോഹിതനായ സക്കറിയ ഒത്തിരി സംസാരിക്കുന്നുണ്ട്. ബൈബിൾ ഒരിക്കലും ശിക്ഷയുടെ പുസ്തകമല്ല, പിന്നെ ശിക്ഷണത്തിൻ്റെതാണ്. കുഞ്ഞു പിറക്കുവോളം അയാൾ നിശബ്ദനായിരിക്കുമെന്ന് ദൈവത്തിന്റെ ദൂതൻ അറിയിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം. മനോഹരമായത് സംഭവിക്കുമ്പോൾ ഒരാൾ മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലത്, ധ്യാനത്തിലിരിക്കുന്നതല്ലേ വേണ്ടത്. അവളുടെ ഉദരത്തിൽ ജീവൻ ഇങ്ങനെ ഒരു പരൽമീനെ പോലെ നീന്തി തുടിക്കുന്നു എന്നതിനേക്കാൾ മനോഹരമായി എന്തുണ്ട്? അപ്പോൾ അവർക്കെങ്ങനെ മിണ്ടാനാവും? 10 മാസക്കാലം അവർ നിശബ്ദരായിരുന്നു. പിന്നീട് അയാളുടെ നാവിന്റെ കെട്ടഴിക്കപ്പെട്ടപ്പോൾ വാക്കുകളേക്കാൾ, ഭാഷണത്തെക്കാൾ സംഗീതത്തിലേക്കായിരുന്നു അയാളുടെ ഉണർവ്. നിശബ്ദതയ്ക്ക് ശേഷമാണല്ലോ ഏറ്റവും നല്ലത് ഇങ്ങനെ കേൾക്കപ്പെടുന്നത്. തീർച്ചയായും ഈ കാത്തിരിപ്പിന്റെ നാളുകളിൽ പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ നമുക്കും പ്രാർത്ഥിക്കാം. നിശബ്ദതയിലേക്ക്, മൗനത്തിലേക്ക് എന്നെയും ഒന്ന് കൂട്ടിക്കൊണ്ടുപോകണേ. അവിടെ ദൈവത്തിന്റെ മൃദു മന്ത്രണം കേൾക്കാനായിട്ട്, സാന്നിധ്യം തിരിച്ചറിയാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ.